ഹലോ സ്റ്റുഡൻസ്, യെസ്, മോഷൻ ഇൻ എ പ്ലെയിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പോയത് ഓർമ്മയുണ്ട്. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് വരെ ഫിനിഷ് ചെയ്തു കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം. വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നതിന് ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പറയുന്ന പല കുട്ടികൾക്കും പേടിയാണ്, ചോദിച്ചാൽ ടീച്ചർ ചീത്ത പറയുമോ? ഇല്ലില്ല, ഒരിക്കലും പറയില്ല. നിങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കണം കേട്ടോ. ഇനി നമ്മൾ റിയൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യണം. ഇതുവരെ നമ്മൾ കുറേ ടൂളുകളാണ് പഠിച്ചത്. ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ സിമ്പിളാക്കാൻ വേണ്ടിയുള്ള മാത്തമാറ്റിക്കൽ ടൂളാണ് വെക്ടർ. റിയൽ കോൺസെപ്റ്റിലോട്ട് നമ്മൾ കിടക്കാൻ പോകുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ പൊസിഷൻ വെക്ടറും ഒക്കെ. അതൊന്നും കൂടെ ഞാൻ പറയാം. ഓക്കെ, നോക്കൂ. നമ്മൾ പറയുന്നത് പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, നോക്കൂ, ഞാൻ വരച്ചു. നമുക്കിത് എക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം, ഇത് വൈ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് ഒറിജിനാണ്. ഇനി ആർബിട്രറി ഒറിജിൻ, എവിടെ വേണമെങ്കിലും ഒറിജിൻ ചൂസ് ചെയ്തോളൂ. സെഡ് എവിടേക്കാണ്? പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്. വരയ്ക്കേണ്ട, കാരണം നമ്മളൊരു പ്ലെയിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയണ എക്സും വൈയുമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം എക്സ് വൈ ആണ്. അതുകൊണ്ട് ഞാൻ എക്സ് വൈ പ്ലെയിൻ പറഞ്ഞു. എക്സ് വൈ തന്നെ എടുക്കണമെന്നില്ല, എക്സ് സെഡോ വൈ സെഡോ ഒക്കെ എടുക്കാം നമുക്ക്. ഹിയർ വി ചൂസ് എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ നോക്ക്, ഇനീഷ്യലി ആസ് പെർ എൻ സി ആർ ടി ബുക്ക് നോക്കുക. എൻ സി ആർ ടി ബുക്ക് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ഇതാ ഒരു പി എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ്. സപ്പോസ് അവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതാ ഈ ഫിഗറാണ് കേട്ടോ. അപ്പോൾ ആ ഒറിജിനിൽ നിന്നും ആ ബോഡിയിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് ആ ബോഡിയുടെ പൊസിഷൻ വെക്ടർ. യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആർ, വെക്ടർ ആർ. അപ്പോൾ ഒരു ബോഡി ഏത് പോയിന്റിലിരിക്കുന്നു, ആ പോയിന്റിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒറിജിനിൽ നിന്നും വരയ്ക്കുന്ന ലൈനാണ് പൊസിഷൻ വെക്ടർ. ഓക്കെ, പൊസിഷൻ വെക്ടർ. This length represent the magnitude of this vector and this arrow mark represent direction. ദാ ഇങ്ങനെയാണ് പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ. പിന്നെ നമുക്ക് ചെയ്യാം, നമുക്കിവിടെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. നോക്കൂ, ഇങ്ങനെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാറില്ലേ നമ്മൾ? അപ്പോൾ ഈ ലെങ്ത് ആരാ? ഈ ലെങ്ത് ഇറ്റ് ഈസ് എക്സ് ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഐ ക്യാപ്പ് എന്ന് കൊടുത്തത്? കാരണം ഈ ലെങ്ത്താണ് എക്സ്, അതിൻ്റെ ഡയറക്ഷനാണ് ഐ ക്യാപ്പ് വെച്ച് കാണിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് നമുക്ക് വൈ ജെ ക്യാപ്പ് എന്ന് കൊടുത്തൂടെ? എന്താ കാരണം? ഈ ലെങ്ത്ത് വൈ, അതിൻ്റെ ഡയറക്ഷനാണ് ജെ ക്യാപ്പ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ എഴുതുന്ന ഇതെങ്ങനെയാണ്? വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എക്സ് പ്ലസ് വെക്ടർ വൈ എന്ന് എഴുതാം. എക്സും വൈയും നമുക്കറിയാം, അതിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ് നമുക്ക് അറിയുന്നത് കൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് എന്നും മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഇൻറ്റു ജെ ക്യാപ്പ് എന്നും എഴുതാം. പിന്നെ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പൈത്തഗോറസ് തിയറോ അല്ലെങ്കിൽ ശരിക്കും ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ആർ ഈസിക്കൽ റൂട്ട് ഓഫ് പ്ലസ് 2xy ഇൻറ്റു കോസ് 90 എന്നുള്ളൊരു ടേം കൂടെ ഉണ്ട് റിസൾട്ടൻ്റ് കാണുന്ന ഇക്വേഷൻ ആണെങ്കിൽ. ഈ ഐയും അതുപോലെ തന്നെ ജെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഈ ടേം എന്തായി പോകുന്നത്? 0 ആയി പോകുന്നത്. അങ്ങനെയാണ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരുന്നത്. സെഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എടുക്കണം. ക്ലിയർ അല്ലേ? ദിസ് ലൈൻ ഈസ് കാൾഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ, ദിസ് ലൈൻ ഈസ് കാൾഡ് പൊസിഷൻ വെക്ടർ. ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ആരോ മാർക്ക് റെപ്രസെൻറ്റ് ഡയറക്ഷൻ. ഓർമ്മിക്കുക, പേരിൽ തന്നെ ഉണ്ട് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ ഈസ് എ വെക്ടർ, റൈറ്റ്? ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പൊസിഷൻ വെക്ടറിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിലോട്ട് പോകുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ? വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡെഫിനിഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ. നോക്കൂ, ഇതാ ഞാൻ മാർക്ക് ചെയ്തു, എക്സും വൈയും മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് വൈ എടുക്കാം. ഇവിടെ എക്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. എക്സ് വൈ. ദെൻ ഇനീഷ്യലി നോക്കൂ, ഇനീഷ്യലി ബോഡി ദ പി എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു. ഇപ്പം ഞാൻ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു. ദ ഇനീഷ്യലി ബോഡി ഇവിടെയായിരുന്നു, പി.
അപ്പോൾ ആ പോയിന്റിലോട്ടുള്ള പോയിന്റ് ഇതാണെങ്കിൽ ഞാൻ ഇവിടേക്ക് ഒരു ആരോ മാർക്ക് ഇട്ടു. ഇതാണ് ആർ. ആസ് പെർ NCERT ബുക്ക് ഇറ്റ് ഈസ് ആർ. ആഫ്റ്റർ എ വൈൽ ബോഡി ഇതാ വേറൊരു പോയിന്റിലെത്തി, ഇതാ ഇവിടെ എത്തി. അപ്പം ഞാൻ അവിടേക്ക് പൊസിഷൻ വെക്ടർ വരച്ചു. അതിനെ R' എന്ന് കൊടുത്തു. R'. അപ്പോൾ R ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. R' ഈസ് ദ ഫൈനൽ പൊസിഷൻ വെക്ടർ. നോക്കൂ, ആറിൻ്റെയും അതുപോലെ R'-ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ? അല്ല. എന്താ കാരണം? ആറിന് ഇത്ര ലെങ്തേ ഉള്ളൂ, R' ദിസ് മച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ബോഡി Pയിൽ നിന്നും എവിടെ എത്തി? P' എത്തി. ഓക്കെ, ഈ ബോഡി Pയിൽ നിന്ന് P' പോകുമ്പോൾ പല വഴികളിലൂടെ ട്രാവൽ. ഇങ്ങനെ വരാം, ഇങ്ങനെ പോകാം, ഇതാ ഇങ്ങനെ പോയി ഇങ്ങനെ വരാം. എങ്ങനെ വേണമെങ്കിൽ വന്നോട്ടെ. നിങ്ങൾക്കറിയാം ഇതാണല്ലോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ദിസ് ഡോട്ടഡ് ലൈൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് Δr. ദാറ്റ് ഡോട്ടഡ് ലൈൻ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കൂ, ഞാൻ പറഞ്ഞു R എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാ ഇവിടെ ഇങ്ങോട്ടാണ്, ഡയറക്ഷൻ സെയിം അല്ല. അപ്പോൾ R' ഈസ് നോട്ട് ഈക്വൽ ടു R. ഹിയർ ഇവിടെ R' ഈസ് നോട്ട് ഈക്വൽ ടു R. എന്താ കാരണം? ഡയറക്ഷനും സെയിം അല്ല, മാഗ്നിറ്റ്യൂഡും സെയിം അല്ല. ഇവിടെ R'-ൻ്റെ മാഗ്നിറ്റ്യൂഡും R'-ൻ്റെ മാഗ്നിറ്റ്യൂഡും അതും സെയിം അല്ല, രണ്ടും സെയിം അല്ല. മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലാത്തതിന് കാരണം കണ്ടോ, ലെങ്ത് ഡിഫറൻ്റ് അല്ലേ? ആരോ മാർക്ക് കണ്ടോ, രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ R ഈസ് നോട്ട് ഈക്വൽ ടു R'. ദെൻ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? Δr is the displacement. Δr equal to final position vector minus initial position vector. So the definition, what is displacement? Displacement is the final position vector minus initial position vector. ഒരിക്കലും ഇങ്ങനെ എഴുതരുത് കേട്ടോ. Δr equal to R' minus R എന്ന് എഴുതിയാൽ റോങ് ആണ്. കാരണം വെറും R' എന്ന് എഴുതിയാൽ അത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. മാഗ്നിറ്റ്യൂഡുകളുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടില്ല. അത് 1 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ കിട്ടുമായിരിക്കും, കാരണം ഒരേ ഡയറക്ഷൻ ആണല്ലോ. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എടുത്താലും ഡയറക്ഷൻ നോക്കാതെ എടുത്താലും ചിലപ്പോൾ റൈറ്റ് ആവും. ഇവിടെ അത് പറ്റില്ല, കാരണം പ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്നത് കാരണം. ഓർമ്മിക്കുക, ദിസ് ഈസ് റോങ്, ദിസ് ഈസ് റൈറ്റ്. അപ്പോൾ വാട്ട് ഈസ് displacement vector? Displacement vector is the final position vector minus initial position vector. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഇത് x1 ആണ്, ഇത് y1 ആണ്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോഡി ഇതാ ഇവിടെ എത്തി. അപ്പോൾ ഇത് x2, ഇത് y2. ഫിഗറിലോട്ട് നോക്കൂ, ക്ലിയർ അല്ലേ? ഇപ്പം ഞാൻ പറയുന്നു വെക്ടർ R ഈക്വൽ ടു x1 i cap പ്ലസ് y1 j cap. ശരിയാണോ? x1 y1 എന്ന് എടുത്തു. ഇനി x എന്നും x' കൊടുക്കാം കേട്ടോ, നോ മാറ്റർ. ഇത് എക്സും ഇത് x' കൊടുക്കാം. ഞാനിവിടെ ഒന്ന് x1 ഒന്ന് x2 എടുത്തു. അതുപോലെ തന്നെ R' ഈക്വൽ എന്താ എഴുതാം? R' ഈക്വൽ ടു ഈ x2 i cap പ്ലസ് y2 j cap. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ R' നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? R' ഈസ് ഈക്വൽ ടു x2 i cap പ്ലസ് y2 j cap എന്ന് എഴുതി. R-നെ നമ്മൾ x1 i cap പ്ലസ് y1 j cap എന്ന് എഴുതി. ഇനി Δr എങ്ങനെ കാണാം? Δr ഈക്വൽ ടു കമോൺ പറയൂ നിങ്ങൾ, x2 i cap പ്ലസ് y2 j cap മൈനസ് x1 i cap പ്ലസ് y1 j cap. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? Δr ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഉണ്ടോ, ഈ x1 ഇങ്ങോട്ട് എടുത്തു, ഇൻറ്റു i cap പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു j cap ഇത് മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് Δr ഈക്വൽ ടു കമോൺ Δx i cap പ്ലസ് Δy j cap എന്നാവും. റൈറ്റ്? അതായത്
നോക്കൂ, ഈ ഫിഗറിലോട്ട് നോക്കൂ. ഈ x1 എന്തായി മാറി? x2 ആയിട്ട് മാറി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ദൂരമാണ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ഉണ്ടോ? x1 x2. അപ്പോൾ ഇതല്ലേ x2 മൈനസ് x1, അതല്ലേ ഡെൽറ്റ എക്സ്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് y2, ഇതാണ് y1. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ആണ് ആര്? ഡെൽറ്റ വൈ. വൈയിൽ വന്ന ചേഞ്ച്. ഡെൽറ്റ നിങ്ങൾ ഓൾറെഡി 1 ഡയമെൻഷനിൽ പഠിച്ചാണ്. ഡെൽറ്റ ഈസ് എ സിമ്പിൾ ടു റെപ്രസെൻറ്റ് ചേഞ്ച്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കി നോക്കൂ. ഈ ലെങ്ത് ആരാ? ദിസ് വൺ. ഈ ലെങ്ത് ഡെൽറ്റ എക്സ്. ഈ ലെങ്ത് ആരാ? ഇപ്പോൾ ഞാൻ വീണ്ടും മാർക്ക് ചെയ്യുന്നു, ഇത് ഡെൽറ്റ എക്സ് ആണ്, ഇത് ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ഞാൻ ഈ യെല്ലോ കളറിൽ വരച്ചതാണല്ലോ ഫൈനൽ പോയിന്റിലും ഇനീഷ്യൽ പോയിന്റും തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ, ദിസ് ലൈൻ, അതാണല്ലോ ഡെൽറ്റ ആർ. നോക്ക് വീണ്ടും പൈതഗോറസ് തിയറം. ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ദിസ് സ്ക്വയർ. സോ ഡെൽറ്റ ആർ ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. പൈതഗോറസ് തിയറം വീണ്ടും വന്നു. അല്ലെങ്കിൽ നമുക്കറിയാം ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഡെൽറ്റ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ എന്ന് എടുക്കാം. പൈതഗോറസ് തിയറം. അതായത് ദിസ് ലെങ്ത് സ്ക്വയർ പ്ലസ് ദിസ് ലെങ്ത് സ്ക്വയർ ഈസ് ഈക്വൽ ടു ദിസ് ലെങ്ത് സ്ക്വയർ. ഈ ഡെൽറ്റ എക്സ് ഈസ് കാൾഡ്, ദിസ് ഡെൽറ്റ എക്സ് ഈസ് കാൾഡ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. What do we say? Come on. Delta x is the horizontal displacement. Then what is delta y? This length delta y. Delta y is called vertical displacement. Delta x is the horizontal displacement. Delta y is the vertical displacement. Then this one is the displacement. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലെ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും രണ്ട് മോഷൻ്റെ കോമ്പിനേഷനായിട്ട് പറയാം. ശരിയല്ലേ? എക്സ് ഡയറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്, വൈ ഡയറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ വൈ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എടുത്താൽ കിട്ടില്ല. എങ്ങനെ എടുക്കണം? റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ എടുക്കണം. വേർ ഡെൽറ്റ എക്സ് ഈസ് കാൾഡ് ദ ചേഞ്ച് ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ, ഡെൽറ്റ വൈ ഈസ് ചേഞ്ച് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ എക്സിനെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡെൽറ്റ വൈയെ നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും പറയാം. അപ്പോൾ ഡെൽറ്റ ആർ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ നോക്കൂ, ഇതാണ് ആർ. ദിസ് ഈസ് ആർ ഡാഷ്. ആർ ഡാഷ് മൈനസ് ആർ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ദിസ് യെല്ലോ ലൈൻ റെപ്രസെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതി ആർ ഈക്വൽ ടു x1 y1, അതുപോലെ ആർ ഡാഷ് ഈക്വൽ ടു x2 y2. നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ സബ്ട്രാക്ട് ചെയ്തു, ഒരുമിച്ചാക്കി. ഓക്കെ, ഹിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഈസ് ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്. ഹിയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡെൽറ്റ എക്സ് റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. ക്ലിയർ ആണല്ലോ പറയുന്നത് അല്ലേ? നോക്കൂ, ഈ ബോഡി പിയിൽ നിന്ന് പി ഡാഷിലോട്ട് പോകുമ്പോൾ ക്യാൻ ചൂസ് സോ മെനി പാർട്സ് ലൈക്ക് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, എങ്ങനെ വരാം, വാട്ട് എവർ മേ ബി ദ പാത്ത്. ദിസ് യെല്ലോ ലൈൻ, നൗ ഗ്രീൻ ലൈൻ, ദാറ്റ് ഗ്രീൻ ലൈൻ റെപ്രസെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ബോഡി ഇപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് ഓർ ഡിസ്റ്റൻസ് ട്രാവൽഡ്. Distance traveled and displacements are not equal. Displacement is a vector quantity, distance is a scalar quantity. The shortest distance between the 2 points is called displacement. ഞാൻ പറഞ്ഞു, new definition for displacement. Displacement is the change in position vector. Okay? Yes. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻ്റർവൽ വെലോസിറ്റി അല്ലേ? നമുക്കിനി വെലോസിറ്റിയെ കുറിച്ച് പറയാം. വൺസ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. സി എക്സ് കോർഡിനേറ്റ് എക്സ് വൈ, ഇനീഷ്യലി ബോഡി ഇവിടെയായിരുന്നു. ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ 6. ആഫ്റ്റർ എ വൈൽ ബോഡി ഇതാ ഇവിടെ എത്തി, ആർ ഡാഷ്. Initial position vector, final position vector, origin. Then this line
ദിസ് ഈസ് ഡെൽറ്റ ആർ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഞാനിത് താഴേക്ക് എടുത്തു, ഇതും താഴേക്ക് എടുത്തു, ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഈ പോയിൻ്റ് x1, ഈ പോയിൻ്റ് x2, അപ്പോൾ ഇതാണ് ഡെൽറ്റ എക്സ്. ഓക്കെ, ദിസ് ലെങ്ത് ഈസ് ഡെൽറ്റ എക്സ്. ഈ പോയിൻ്റ് y1, ഈ പോയിൻ്റ് y2, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ആണ് ഡെൽറ്റ വൈ. ഇപ്പോൾ നോക്കൂ, ഇതാണ് ഡെൽറ്റ വൈ, ഈ ലെങ്ത് ആണ് ഡെൽറ്റ എക്സ്. എല്ലാം ക്ലിയർ ആണ്. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും തമ്മിലുള്ള ആംഗിൾ, ഇവർ തമ്മിലുള്ള ആംഗിൾ ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഫിഗർ ക്ലിയർ അല്ലേ? ദെൻ ഡെൽറ്റ ആർ ഈക്വൽ ടു, നമ്മൾ എഴുതി ഡെൽറ്റ ആർ ഈക്വൽ ടു, കമോൺ, ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ ഡാഷ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആർ. ഓർ നമ്മൾ ലാസ്റ്റ് എഴുതിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഡെൽറ്റ ആർ ഈക്വൽ ടു എന്തായിരുന്നു? ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്. ആ സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദെൻ ദിസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി നമ്മൾ കാണുന്നു. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യണ്ടേ? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ്. രണ്ട് സൈഡിലും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻ്റർവൽ ഈസ് കാൾഡ് വെലോസിറ്റി. സോ വി ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ്. ഹിയർ വി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി, വി വൈ എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി എന്നൊക്കെ പറയാം. ഇനി നോക്കൂ, ബോഡി ഏത് പാത്തിലൂടെ ഇവിടേക്ക് എത്താം. എങ്ങനെ വേണമെങ്കിലും ബോഡിക്ക് ഇവിടെ വരാം. ദിസ് ലൈൻ ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ആൻഡ് ദാറ്റ് ഷോർട്ടസ്റ്റ് പാത്ത് ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ബോഡി ഈ പോയിന്റിൽ നിന്നും പിയിൽ നിന്നും പി ഡാഷിലെത്തുമ്പോൾ ബോഡി പോയ സ്പീഡ് എങ്ങനെയാണ് നമുക്കറിയില്ല. ഒറ്റ സ്പീഡിൽ പോയതാണോ, ഒരേ സ്പീഡാണോ, അതോ ഇടയ്ക്ക് സ്പീഡ് മാറിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാം ദിസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻ്റർവൽ ഈസ് കാൾഡ് വെലോസിറ്റി. എന്ത് വെലോസിറ്റി എന്നാണ് പറയുക അതിനെ? ദിസ് ഈസ് കാൾഡ് ആവറേജ്. ദിസ് ഈസ് കാൾഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി. നമ്മൾ എന്തുകൊണ്ടാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയേണ്ടി വന്നത്? കാരണം നമുക്കറിയില്ല പിയിൽ നിന്ന് പി ഡാഷിലോട്ട് ബോഡി പോയ സമയത്ത് ബോഡിയുടെ എന്ത് മാറിയിട്ടുണ്ട്, വെലോസിറ്റി മാറിയോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളതിനെ ആവറേജ് വെലോസിറ്റി എന്നേ പറയാവൂ. ത്രൂ ഔട്ട് ഒരേ വെലോസിറ്റി ആയിരുന്നെങ്കിൽ നിങ്ങൾക്കതിനെ വേണമെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്നോ പറയാം. ഇവിടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയാനുള്ള കാരണം വി ഡോണ്ട് നോ വെദർ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓർ നോട്ട്. സോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ വി ഈസ് കാൾഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോഡി while moving from P to P dash. So what about Vx? Vx is the average horizontal velocity, not velocity. Vy is the average vertical velocity. അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയും ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയുടെയും സം എടുത്താൽ നമുക്ക് നെറ്റ് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ക്ലാരിറ്റി തരുന്നു. നമ്മൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ സിംപ്ലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ആ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ് മീൻ ചെയ്യുന്നത്. അതായത് സിംപ്ലി വെൻ വി സ്പീക്ക് വെലോസിറ്റി ഇറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. കാരണം വി ഡോണ്ട് നോ വെദർ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓർ നോട്ട്. ഐഡിയ ക്ലിയർ ആവണമെന്നല്ലോ മക്കളെ. അപ്പോൾ ഇത്ര ഒരു ലോങ് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ബോഡിക്ക് ത്രൂ ഔട്ട് ഓരോ വെലോസിറ്റിയാണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ദെൻ ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ഇതപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി വേണം, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി വേണം. വൺ ഡയമെൻഷണൽ മോഷനിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ആ പോയിന്റ് ഉൾപ്പെടുത്തി നിങ്ങളൊരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് എടുത്ത് ആ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ആ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നിങ്ങൾ എന്ത് കണ്ടത്? വെലോസിറ്റി കണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഡെൽറ്റ ആർ, ഒരു ബിഗ് അല്ലെങ്കിൽ ഒരു ലാർജ് വാല്യൂ ആണ്. ആ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് നോട്ട് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓർ സിംപ്ലി വെലോസിറ്റി. നോക്കൂ, ഈ ആർ എന്ന് പറഞ്ഞ വെക്ടർ ഇതാ,
ഒരു സ്ലൈറ്റ് ചേഞ്ച് വന്നു, ആർ ഡാഷ് ആയി. ഡയറക്ഷൻ ഒന്ന് ചെറുതായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡിലും ഒരു സ്മോൾ ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ വരച്ചതുപോലെ നമുക്കറിയാം ഈ ലൈൻ ഉണ്ടല്ലോ, ദിസ് ലൈൻ, ആ ലൈനാണ് ഡെൽറ്റ ആർ. പക്ഷെ നമുക്കറിയാം ഇഫ് ദാറ്റ് ഡെൽറ്റ ആർ ഈസ് വെരി 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 സ്മോൾ, നമ്മളതിനെ ഡി ആർ എന്ന് പറയും. ഡി ആർ, നമ്മൾ നേരത്തെ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞതിന് പകരം എന്ത് പറയുന്നു? ഡി ആർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡി ആർ ഈസ് ഈക്വൽ വെക്ടർ ഡി ആർ ഈസ് ഈക്വൽ നമുക്ക് ഇത് തന്നെ എഴുതാം, ആർ ഡാഷ് മൈനസ് ആർ, ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ചേഞ്ച് വരും. ഡി ആർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ്. ലാർജ് ചേഞ്ചുകളെ നമ്മൾ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചും സ്മോൾ ചേഞ്ചുകളെ നമ്മൾ ഡി എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചും റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി എക്സ് ബൈ ഡി ടി ഐ ക്യാപ് പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ക്യാപ്. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ് എന്ന് എഴുതാം. ഓക്കെ, നോക്കൂ, ഇനീഷ്യലി അവൻ്റെ എക്സ് കോർഡിനേറ്റ് x1 ആയിരുന്നു, അല്പസമയം കഴിഞ്ഞപ്പോൾ x2 ആയി. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ലെങ്ത് ഉണ്ടല്ലോ, ഈ സ്മോൾ ലെങ്ത്തിനെയാണ് നമ്മൾ ഡി എക്സ് എന്ന് എടുക്കുന്നത്. വെരി 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 സ്മോൾ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് വലുതാക്കി വരച്ചിട്ടുണ്ട്. ആക്ച്വലി ദാറ്റ് ഡി എക്സ് ഈസ് വെരി 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 സ്മോൾ. എന്നാൽ മാത്രമേ നമുക്കൊരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ നോക്കൂ, ഇത് ഈ ലെങ്ത്ത്, അതുപോലെ ഈ ലെങ്ത്ത് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഡി വൈ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഡി വൈ. അപ്പോൾ നമുക്ക് വി എന്ന് പറയുമ്പോൾ ആരാ? ഹിയർ വെലോസിറ്റി എന്ന് പറഞ്ഞോളൂ നിങ്ങൾ. വി എക്സ് ഈസ് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി, വി വൈ ഈസ് ദ വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ആ ഇൻസ്റ്റൻറ്റ്, അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്ന ടെക്നിക്ക് എന്താ? നമ്മളൊരു സാമ്പിൾ എടുക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇനീഷ്യലി ഇവിടെ നിൽക്കുന്നു, ഞാൻ കുറേ സ്റ്റെപ്പുകൾ വെച്ച് ഇങ്ങോട്ട് പോയി. ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ബൈ ദാറ്റ് ടൈം ഇൻ്റർവൽ ഈസ് കാൾഡ് കമോൺ വെലോസിറ്റി. വിച്ച് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ആണല്ലോ, ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം, സ്പീഡ് കൂട്ടാം കുറയ്ക്കാം, അതുകൊണ്ടാണ് അത് ആവറേജ് വെലോസിറ്റി. ഇനി നോക്കൂ നിങ്ങൾ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. ആക്ച്വലി സ്റ്റോപ്പായിട്ടില്ല. ആ ഒരു ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ആ പോയിന്റ് ഉൾപ്പെടുത്തി നിങ്ങളൊരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ചൂസ് ചെയ്യണം. വെരി വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ചൂസ് ചെയ്യണം. ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ ആ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനില്ലേ, വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. This V is called average velocity. So average velocity is equal to total displacement divided by time interval. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ എന്താ ചെയ്യുക? ഞാൻ വി ഐ എന്ന് കൊടുത്തു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മളിങ്ങനെ എഴുതും മാത്തമാറ്റിക്സിൽ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതും. അങ്ങനെ എഴുതാറില്ലേ നിങ്ങൾ? ഫസ്റ്റ് ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ. ഫസ്റ്റ് ചാപ്റ്റർ മീൻസ് 1 ഡയമെൻഷണൽ മോഷനിൽ ഡെൽറ്റ ടി ആരോ മാർക്ക് 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വായിക്കണം? ഡെൽറ്റ ടി ഈസ് വെരി 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 സ്മോൾ എന്ന് വായിക്കണം. ആ വെരി വെരി സ്മോൾ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വി ഐ ഈസ് ഈക്വൽ ടു നമ്മൾ ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതും. ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് ഡി ആർ ബൈ ഡി ടി. ദെൻ ഈ വി എ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ ഓർമ്മിക്കുക, now if you want to find the velocity of a body at a particular instant, you choose a point and then you mark a small displacement including that point. Then that very small displacement by time interval is called, come on, instantaneous velocity. അപ്പോൾ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സെയിം ആവണം എന്നുള്ളത് കമ്പൽസറി അല്ല. ആവറേജ് വെലോസിറ്റി മേ ബി ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എപ്പോഴാണ് ഈക്വൽ ആവുക? ഈക്വൽ ആവുന്നത് ബോഡി ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ, കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ 1 ഡയമെൻഷണൽ മോഷൻ എന്നല്ലേ പറയുക, ഡയറക്ഷൻ മാറാതെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നു, ഡയറക്ഷൻ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ആവറേജ് വെലോസിറ്റി ആർ ഈക്വൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ആവറേജ് വെലോസിറ്റിയിൽ നിന്നും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓരോരോ ഇൻസ്റ്റൻറ്റിലും വെലോസിറ്റി മാറി വന്ന് അതിന് ആവറേജിനെയാണല്ലോ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റിയാണ്. ആ പോയിന്റിലെ വെലോസിറ്റി കിട്ടാൻ ആ പോയിന്റ് ഉൾപ്പെടുത്തി യു ചൂസ് എ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദെൻ യു ഡിവൈഡ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ദാറ്റ് സ്മോൾ ടൈം ഇൻ്റർവെൽ. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. യെസ്, നമ്മൾ പൊസിഷൻ വെക്ടർ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ പറഞ്ഞു, ആവറേജ് വെലോസിറ്റി പറഞ്ഞു, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞു. ദെൻ നമുക്കിനി ആക്സലറേഷനെ കുറിച്ച് പറയാം. നോക്കൂ, ഇപ്പോൾ നേരത്തെ വരച്ച ഫിഗറിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എക്സ് വൈ, ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ഈസ് ആർ, ഫൈനൽ പൊസിഷൻ വെക്ടർ ഈസ് ആർ ഡാഷ്, ആർ ഡാഷ് വെക്ടർ ആണ് കേട്ടോ. ദെൻ ദിസ് ലൈൻ ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ. അപ്പം നമുക്കറിയാം V is equal to delta R divided by delta T. Then this V is called average velocity. നമ്മൾ ഇതിങ്ങനെ മാറ്റി എഴുതിയിരുന്നു. എങ്ങനെ മാറ്റി എഴുതി? V is equal to Vx വെക്ടർ Vx പ്ലസ് വെക്ടർ Vy. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? വെക്ടർ V is equal to Vx I cap plus Vy j cap എന്ന് എഴുതാം. Here V is the average velocity, Vx is the average horizontal velocity, Vy is the average vertical velocity. ഇനി നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? ഡി അല്ല അല്ലേ, നമ്മൾ വലുതല്ലേ കാണും, വലിയ ചേഞ്ച് അല്ലേ വരുന്നത്. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വി വൈ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ് ആണല്ലോ. ഇതിന് ഞാൻ ഇങ്ങനെ മാറ്റുന്നത് എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്. വെക്ടർ ആണ് ഇത്. ഇവിടെ വെക്ടർ സിമ്പിൾ ഇടേണ്ട കാര്യമില്ല, കാരണം നമ്മൾ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നോ ഇഷ്യൂ. ആൻഡ് ദിസ് ആക്സലറേഷൻ ഈസ് കാൾഡ് ആവറേജ് ആക്സലറേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞത്? നമുക്കറിയില്ലല്ലോ ത്രൂ ഔട്ട് ഒരേ ഫോഴ്സ് ആണോ ആക്ട് ചെയ്തത്, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിയോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞത്. സോ ആവറേജ് ആക്സലറേഷൻ A is equal to ax I cap plus ay j cap. Here ax is the average horizontal acceleration, ay is the average vertical acceleration. കേട്ടോ? ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് എന്ത് കൊടുത്തു? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് കാൾഡ് dr by dt. അതിന് നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഈ ടൈം ഇന്റർവെൽ വെരി സ്മോൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വെലോസിറ്റിയെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാവൂ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഐ ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? dr by dt എന്ന് പറഞ്ഞതാണ് നേരത്തെ, dr by dt. or v instantaneous velocity is equal to നമുക്ക് എന്താ എഴുതാൻ പറ്റും? Vx I cap plus Vy j cap. ചെറിയ വ്യത്യാസമുണ്ട്. Here Vx is average horizontal velocity. Here Vx is instantaneous horizontal velocity at that instant. Then ഇവിടെ നമുക്ക് എഴുതാം dVi by dt is equal to dVx by dt into I cap plus dVy by dt into j cap. Here dV by dt is acceleration or instantaneous acceleration is equal to ax I cap plus ay j cap. ഇവിടെ നമ്മൾ വെക്ടർ സിംബൽ ഇടണം. ഇവിടെ ഞാൻ പറഞ്ഞ വെക്ടർ സിംബൽ ആവശ്യമില്ല, കാരണം യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് യൂണിറ്റ് വെക്ടർ സിംബൽ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ദിസ് ഈസ് ആവറേജ് ആക്സലറേഷൻ, ദിസ് ഈസ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതായത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന സമയത്ത്, ലോങ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള സമയത്ത് നമുക്ക് അറിയില്ല ഫോഴ്സ് ആക്ട് ചെയ്തത് കോൺസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജ് ആക്സലറേഷൻ, ആവറേജ് ഫോഴ്സ് എന്നാ പറയുക. പക്ഷേ ബോഡി തൻ്റെ പൊസിഷനിൽ ഒരു സ്മോൾ ചേഞ്ച് വരുത്തി, പൊസിഷൻ വെക്ടറിൽ വെരി 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 സ്മോൾ ചേഞ്ച്. അപ്പോൾ അതിനനുസരിച്ച് വെലോസിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാകാം. വെലോസിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് ബോഡിയുടെ മുകളിൽ എന്ത് ആക്ട് ചെയ്തിട്ടുണ്ടാവും? ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഫോഴ്സിൻ്റെ ആവറേജ് വാല്യൂ, ആവറേജ് ഫോഴ്സ്, അതിന് കറസ്പോണ്ടിങ് ആയ ആക്സലറേഷൻ ആണ് ആവറേജ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആവറേജ് ആക്സലറേഷനും ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനും.
നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വി സീകൾ യു പ്ലസ് എ ടി, എസ് സി സീകൾ യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ, അങ്ങനെ ഇക്വേഷൻസ് പഠിച്ചില്ലേ? ആ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ എടുത്തിരുന്ന ഒരു കണ്ടീഷനാണ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. എന്താണ്? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇപ്പം ഈ പറഞ്ഞതിൽ കോൺസ്റ്റന്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, ആവറേജ് എന്ന് പറയാൻ മീനിങ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ലാത്തത് കൊണ്ടാണല്ലോ അതിന് ആവറേജ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻലി പഠിക്കാനുള്ളത് കോൺസ്റ്റന്റ് ആക്സിലറേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കേസുകളാണ്. പ്രൊജക്ടൈൽ മോഷനും അതുപോലെ യൂണിഫോം സർക്കുലർ മോഷനിലും നമ്മൾ കോൺസ്റ്റന്റ് ആക്സിലറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ പോയിന്റ് വരുന്നത് ആക്സിലറേഷൻ തന്നെയാണ്, പക്ഷെ അതിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് ഫർദർ ഡിസ്കഷൻ പോയിന്റ്. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോർഷൻ ശരിക്കും വായിക്കണം. അതായത് പൊസിഷൻ വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, ഇതെല്ലാം ക്ലിയർ പിക്ചർ ഉണ്ടാവണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആക്സിലറേഷനിലോട്ട് കിടക്കും. ഒപ്പം അതുമായി ബേസ് ചെയ്തുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് പറഞ്ഞുതരും. ബേസിക്സ് ഓഫ് ഡിഫറൻസിയേഷൻ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വൺ ഡയമെൻഷണൽ മോഷൻ സാറ് പഠിപ്പിച്ചായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ചൊരു ഡിഫറൻസിയേഷൻ വരാൻ പോകുന്നുണ്ട്. ഡിഫറൻസിയേഷൻ ഒരു കൊച്ചു ഇൻ്റഗ്രേഷൻ, പക്ഷേ നോ ഇഷ്യൂ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി പറയുകയാണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനിലൊക്കെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അപ്പം കൂടെ വേണം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല. അതായത് ഫിസിക്സ് പഠിപ്പിച്ചപ്പോൾ മുഴുവൻ അങ്ങനെ ശരിയായില്ലെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ടീച്ചർമാർക്ക് ചോദിക്കണം ഡൗട്ട് ക്ലിയറൻസിൽ. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കരുത്. മാക്സിമം നമ്പർ പ്രോബ്ലംസ് ചെയ്യാം കേട്ടല്ലേ. നമ്മളെപ്പോഴും റൈറ്റ് ട്രാക്കിലാണ് ഓടുന്നത്, നമ്മൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.